ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മലയാളികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 1911 ഒക്ടോബർ 10 ജനിച്ചു. ബാല്യകാല വിദ്യാഭ്യാസം വളരെ ക്ലേശകരമായാണ് അദ്ദേഹം നിർവഹിച്ചത്. ഇടപ്പള്ളി മലയാളം പ്രൈമറി സ്കൂൾ, ശ്രീകൃഷ്ണവിലാസ് ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ, ആലുവ സെൻറ് മേരീസ് സ്കൂൾ, എറണാകുളം സർക്കാർ ഹൈസ്കൂൾ, സെൻറ് ആൽബർട്ട് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഹൈസ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ച കാലത്താണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഇടപ്പള്ളി പ്രസ്ഥാനത്തിൻ്റെ ജനേതാക്കളിൽ ഒരാളും കവിയുമായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ള ആത്മഹത്യ ചെയ്തത്. ഈ സംഭവം ചങ്ങമ്പുഴയുടെ ജീവിതത്തെ അഗാധമായി സ്പർശിച്ചു. രമണൻ എന്ന തൻ്റെ വിലാപകാവ്യം എഴുതുന്നതിന് ഈ സംഭവം പ്രേരണയായി. മലയാള സാഹിത്യത്തിലെ അതിപ്രശസ്തമായ കൃതികളിലൊന്നായി രമണൻ മാറി. എറണാകുളം മഹാരാജാസ് കോളേജിലും തുടർന്ന് തിരുവനന്തപുരം ആർട്സ് കോളേജിലും പഠിച്ച് അദ്ദേഹം ഓണേഴ്സ് ബിരുദം നേടി. മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ചങ്ങമ്പുഴ പ്രശസ്തനായ കവിയായി തീർന്നിരുന്നു. പല പ്രസിദ്ധ കൃതികളും അന്ന് പുറത്തു വന്നിരുന്നു. വിദ്യാഭ്യാസ കാലഘട്ടം അവസാനിക്കും മുമ്പ് തന്നെ അദ്ദേഹം ശ്രീദേവി അമ്മയെ വിവാഹം ചെയ്തു. പഠനത്തിനു ശേഷം ദുർവഹമായ സാമ്പത്തിക ക്ലേശം നിമിത്തം യുദ്ധസേവനത്തിന് പോയി. അധികനാൾ അവിടെ തുടർന്നില്ല. 2 വർഷത്തിനു ശേഷം ജോലി രാജിവെച്ച് മദിരാശിയിലെ ലോ കോളേജിൽ ചേർന്നു. എങ്കിലും പഠനം മുഴുമിക്കാതെ തന്നെ നാട്ടിലേക്ക് മടങ്ങി. പിൽക്കാലത്ത് ചങ്ങമ്പുഴയെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് നയിച്ച പല കൃതികളും ഇക്കാലത്താണ് രചിക്കപ്പെട്ടത്. ഇതിനിടെ മംഗളോദയം മാസികയുടെ പത്രാധിപ സമിതി അംഗമായും അദ്ദേഹം ജോലി ചെയ്തു. ഉത്കണ്ഠാകുലമായ പല പരിവർത്തനങ്ങൾക്കും വിധേയമാവുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം. ആദ്യം വാതരോഗവും തുടർന്ന് ക്ഷയരോഗവും പിടിപെട്ടു. കവിതാ സമാഹാരങ്ങളും ഖണ്ഡകാവ്യങ്ങളും പരിഭാഷകളും നോവലുകളും ഉൾപ്പെടെ 57 കൃതികൾ ചങ്ങമ്പുഴ കൈരളിക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. അതിമനോഹരങ്ങളായ കാവ്യങ്ങൾ കൊണ്ട് തന്നെയാവാം ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹത്തെ നക്ഷത്രങ്ങളുടെ പ്രേമഭാജനം എന്ന് വിശേഷിപ്പിച്ചത്. 1948 ജൂൺ 17 തൻ്റെ 36-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു.